ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഹൗസ് ബോട്ടിൽ കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ കരയോഗത്തിലെ എക്സിക്യൂട്ടീവ് ആൾക്കാരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇന്ന് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ കൊല്ലം ടു മൺറോത്തുരുത്ത് വരെയാണ് പോകുന്നത്. ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 9:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങി ഞാൻ കാണിച്ചു തരാം ഗൈസ്. രാവിലെ തുടങ്ങി ഭയങ്കര മഴയാണ് കേട്ടോ, നിർത്താത്ത മഴയാണ്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ബോട്ടിങ്ങിന് പോയിരിക്കും. ഇപ്പം ഒരുപാട് മഴയൊന്നുമില്ല, പക്ഷെ ഇച്ചിരി കുഞ്ഞായിട്ട് ഇങ്ങനെ പെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മഴ എന്ന് പറയുമ്പം വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും കുഞ്ഞായിട്ടൊക്കെ പെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാനും അമ്മയും അനുവും ചുച്ചുപ്പൊന്നാനും ഇവിടുന്ന് ലതാൻഡി വരും കേട്ടോ. നമ്മൾ കാറിനകത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ പോവും. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ വരും, ഒരു ഫാമിലി വരും, എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ റെഡിയായി, ഞാനും ചുച്ചുപ്പൊന്നാനും മാത്രമേ ഇവിടെ റെഡി ആയിട്ടുള്ളൂ. അമ്മയാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കുറേ എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഞാൻ ഇതുവരെ ഒരു ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല, ഹൗസ് ബോട്ടിൽ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ 9 മണി കഴിഞ്ഞ് ഒരു 9:45 കറക്റ്റ് 9:45 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സുഹൃത്തുക്കളെ. നമ്മുടെ കൂടെ ഇപ്പോൾ ലതാൻഡി ഉണ്ട്, ചുച്ചുപ്പൊന്നാനുണ്ട്, അമ്മയുണ്ട്, അനിയുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ കരിക്കോട് ജംഗ്ഷൻ എത്തി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല ഗൈസ്. ഫൈനലി നമ്മൾ ആശ്രാമം എത്തി. ഇത് കുട്ടപ്പണ്ണനാണ്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്താ ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. ഹോക്കി സ്റ്റേഡിയം ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു നമ്മൾ അങ്ങോട്ട് നമ്മൾ പോകണം. ഇവിടെ വേണ്ട നമ്മുടെ രവിമാമനും അഭിഷേകണ്ണനും ഉണ്ട്. നമ്മൾ മഴയത്തിറങ്ങി വേണ്ട. ഹായ് ഹായ് വേണ്ട. നമ്മൾ ഇവിടെ ഇറങ്ങി നമുക്കിനി താഴോട്ട് നടക്കണം. ഹായ് സുന്ദരൻ ഗൈസ്, ഫൈനലി സുന്ദരൻ എൻ്റെ കൂടെ ഉണ്ട്. ഫൈനലി നമ്മുടെ വ്ളോഗിൽ നമ്മൾ മുത്തുക്കിളിയെ കണ്ടു. ഇത് നമ്മുടെ രേഖാൻ്റെ അമ്മ അച്ഛനും പ്രീതാൻ്റെ ഉണ്ട്, ബിഗ്നേൻ്റെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിലിരുന്നു കണ്ടോ. സുന്ദര എൻ്റെ മടി നിൽക്കുക കണ്ടോ. ഇത് ഡൈനിങ് ടേബിൾ. അഭിബ്രോ വന്നു. അങ്ങനെ ബോട്ടിൽ കയറിയ ഉടനെ നമുക്ക് സന്തോഷങ്ങള് നാരങ്ങ വെള്ളം ഇഞ്ചി ഇട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിന് കൊടുത്തപ്പോൾ അവൻ ആ ഗ്ലാസ് ഫുള്ള് കടിച്ച് കുളവാക്കി. പിന്നെ ബാക്കി ഞാനും കുടിച്ചു. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ ഇരുന്നു. അതുകൊണ്ട് ഒരുപാട് ബോട്ട് അവിടെ സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ഇരുന്ന് കാര്യം പറയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കപ്പയും മീൻകറിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മീൻകറിയുടെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചീനി മീൻകറി. ഇത് തേവള്ളിപ്പാലമാണ് കേട്ടോ. വ്ളോഗർ എല്ലാവരും കഴിക്കുക. ജോയിന്റ് സെക്രട്ടറിയെ വിളിച്ചു.
അവർക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ്. അഞ്ജുവിന് ഇതിനകത്തോട്ടിട്ടാണ്, ഞാൻ അവൾക്ക് വാരി കൊടുക്കുക. കണ്ടോ മോളോടുള്ള സ്നേഹം. മൂത്ത മോള് തോന്നിരിക്കുന്നു. ഗൈസ്, ചീനി മീൻകറി അമ്മ എനിക്ക് വാരി തരുന്നു. എന്റെ മുത്തിന് വേണം. അയ്യോ, ഗൈസ്, ഇതാണ് റൂം. ഹായ്. നിന്നാണം കാണാനായി, നിൻ കോപം വാടാനായി, എന്നാളും നിഴലായി തണലേകിടാമീ ജീവനും നിന്നോരം മാറാതെന്നും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട്? കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ, നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടു. മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല്. ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട്. ഇല്ലുമിനാറ്റി, ഇല്ലുമിനാറ്റി, അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി, ഇല്ലുമിനാറ്റി, അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി. നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി. അണ്ണൻ മീശ വെച്ചോരാട്ട പുലി. ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര. ഫൈനലി നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ വ്ളോഗിനകത്ത് നമ്മൾ കാണിച്ചു. അപ്പോൾ നിങ്ങളത് ആ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ എൻട്രൻസ്. സോ നമ്മൾ ഒത്തിരി ഇവരൊക്കെ ഡാൻസ് കളിച്ചതിന് ശേഷം ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നു. അപ്പോൾ സാമ്പ്രാണിക്കുടിയിലെ വെള്ളം എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും ആഴയില്ലാത്ത വെള്ളമൊക്കെയാണ്. പിന്നെ ഗീതാൻ്റെ ഇവിടെ കിടന്ന് ഭയങ്കര ഡാൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നിമിഷത്തേക്ക് നമ്മൾ ഭയങ്കര ഫിയറായി പോയ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് വരൂ ഗൈസ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ കടലും കായലും ജോയിൻ ചെയ്യുന്നതിൻ്റെ നടുക്കായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ ബോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് കാറ്റും മഴയും കൂടെ അടിച്ച് കയറി ഗൈസ് ബോട്ടിൻ്റെ അകത്തോട്ട് നമുക്കൊന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര നമ്മൾ പേടിച്ച് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മുഖമൊക്കെ ഇരിക്കുന്നതൊക്കെ ഫുള്ള് വെള്ളം, ഡ്രസ്സെല്ലാം നനഞ്ഞു, കുടയൊക്കെ ഒരുമാതിരി പറഞ്ഞു. ഈ ബോട്ട് ഓടിക്കുന്ന മാമന് പോലും നമുക്ക് കറക്റ്റ് ദിശ അറിയാൻ പോലും പറ്റിയില്ല കേട്ടോ. പക്ഷേ അത് വലിയവരെല്ലാവരും ഭയങ്കര പേടിച്ചൊക്കെ ഇരുന്നു. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതിൻ്റെ മുത്തും സദ്യൻ്റെയൊക്കെ ഭയങ്കര പേടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. അവസ്ഥ എന്തുവാ? നമ്മള് മുടി കണ്ട മഴയും പെയ്ത് എല്ലാവരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെ രൂപം മഴ പെയ്ത് ഇതും കൂടെ എന്തിനാ പറയുന്നത്? കടലാണോ കായലാണോ? കായൽ. അതുകൂടെ ഇവത്തടിച്ച് നമ്മളെല്ലാവരുടെയും ഞാൻ മേക്കപ്പ് ഇട്ടില്ല. ഇവിടെ വരെ നനഞ്ഞു. അതിരിപ്പൊന്നെ ഉറങ്ങി, അതുകൊണ്ട് അവനെ കൊണ്ട് കിടത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും മുത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ, അതായത് നമ്മൾ പോയതിൻ്റെ അന്നത്തെ ബോട്ടിൻ്റെ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രഷ് കരിമീൻ ഇതാ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വാഴക്കയില്ലേ, പച്ചക്ക, അത് വരട്ടിയെടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സാലഡ്സിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിശ്ശേരി, ക്യാബേജ് തോരൻ, അതുകൊണ്ട് ഇത് പയറിൻ്റെ മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും അടിപൊളി തന്നെയായിരുന്നു. ഫൈനലി നമ്മുടെ മഴയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം ശാന്തമായിട്ടാണ് ബോട്ട് പോകുന്നത്. ഇപ്പം ഒരു സൈലൻസ് ഉണ്ട്. നേരത്തെ അടിപൊളിയായിരുന്നു. അയ്യോ, പേടിച്ചു പോകും നമ്മളേട്ടാ. ഇന്ന് ശാന്തമായപ്പോഴത്തേക്ക് രണ്ടുപേരും ഇവിടെ ഇരുന്നു. നേരത്തെ അവസ്ഥ വേറെ ഹൗസ് ബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് ടാറ്റ തരും. അപ്പം നമ്മൾ തിരിച്ച് ടാറ്റ കൊടുക്കും. ഇവിടുത്തെ പഴം ചെലവാൻ പച്ചപ്പഴം എടുത്ത് തിന്നുന്നു. പച്ചപ്പഴമാണ് ഇതിന്റെ ഗുണം. ഇനിയിപ്പൊ കടിച്ചിട്ടതല്ലേ പറയാൻ പറ്റൂ. അറിയത്തില്ല. ആ ഒരു കൊട്ട ഇരിപ്പുണ്ട്, അതെല്ലാം കഴിക്കാം. അത് ഗുണമുള്ള സാധനം. ഒരു കൊട്ട പഴം ഇരിപ്പുണ്ട് ഗൈസ്. ഇത് ഒരു കൊട്ട പഴമാണ്. കഴിച്ചതിന്റെ ബാക്കിയായത്. നമ്മളെ കുറ്റം പറയുന്നത്. ഗൈസ് നിങ്ങൾ പറ. ഗൈസ് വേണമെങ്കിൽ ഞങ്ങൾ പറയും. ലൈക്ക് കിട്ടിയാൽ മതി, സബ്സ്ക്രൈബ് കിട്ടിയാൽ ഇതേ ഉള്ളു. കിട്ടിയാൽ മതി. എടുക്കട്ടെ, പറയരുത്. ഒരെണ്ണം ചീനി വേണോന്ന് ചോദിച്ചോ. വേണ്ട. 2-3 പ്രാവശ്യം ചോദിച്ചു. ചീനി എടുക്കട്ടെ മോനെ. വേണ്ട ആന്റി, എനിക്ക് വേണ്ട. ഒരു പ്ലേറ്റ് എടുത്ത് അടുത്ത് കൊണ്ടുവച്ച് രണ്ടാമത് മീനിന്റെ കഷ്ണം വേണം. ചൂരക്കറി. ഇതാണ് ഞങ്ങളുടെ അബി. അബിന്ന് നിങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ജിം മാസ്റ്റർ. ജിം വേണ്ട, മസിൽ കണ്ടോ. പിന്നെ അതിരിപ്പൊന്നും മുത്തുമായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ. അങ്ങനെ മുത്തും അതിരിപ്പൊന്നും കൂടെ ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ അവർ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കിച്ചണിലോട്ട് പോയി കരിമീൻ ഫ്രൈ ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും എന്തായത് റവയിൽ മുക്കിയിട്ട് റവയ്ക്കകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് മീനുണ്ടായിരുന്നു. അവിടെ വേണ്ടാത്തപ്പുറത്തേക്ക് ഒരുപാട് മീൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്തുനിന്ന് ഓരോന്നും എടുത്ത് റവയ്ക്കകത്തൊക്കെ മുക്കി അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എനിക്ക് എടുത്ത് തരുമോ തോന്നുന്നു. അമ്മോ ഇല്ലില്ല, അമ്മ തരുമെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തിരിക്കും. അമ്മ ഇങ്ങനെ തരുമ്പോഴേ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കുക. ഉടുപ്പൊക്കെ മാറി സുന്ദരനായി വന്നു. മുത്ത് സന്ധ്യന്റെ എടുത്ത് തരുമോ?
ഗൈസ് എനിക്ക് എൻ്റെ അമ്മ എടുത്തു തന്നില്ല, അതുകൊണ്ട് ഈ മാമനെ എടുത്ത് തന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ ആൻറ്റി? കൊള്ളാമോ ഫുഡ്? ഗൈസ് എല്ലാവരും കഴിക്കുന്ന തിരക്കിൽ, അതുകൊണ്ട് ആരോടത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ല നമുക്ക്. കഴിക്കുന്ന ധൃതി. പല്ലാത്ത ജാതിയും പല്ലാത്ത ജാതി ഇവിടില്ലാത്ത ജാതി. പാട്ട് പാടാൻ വേണ്ടിയിട്ട് നോക്കുക, മൈക്കൊക്കെ വെച്ചിട്ട്. നേരത്തേക്ക് ചുമ്മാ വെറുതെ സന്തോഷമെങ്കിൽ വെറുതെ ഒന്നും ബോട്ട് ഓടിച്ചൊക്കെ ഇടാട്ടോ, ഭയങ്കര രസമായിരുന്നു. ഗൈസ് 4 മണിക്ക് ചായ പ്ലസ് പഴംപൊരി. എല്ലാവരും ചായയും പഴംപൊരിയും കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അതാണ്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ ദാണ്ട മുത്ത് സന്ധ്യ ആൻറ്റിയുടെ കുറച്ച് സിംഗിൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ദാണ്ട സെക്രട്ടറിയും പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു രാജി? അഭിപ്രായം പറയൂ. പ്രൊഡക്ഷൻ മാനേജർ മറക്കോ ജീവിതത്തിൽ? മഴ ഞങ്ങൾ മറക്കില്ല. ചേച്ചി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിങ്ങിന്റെ അനുഭവങ്ങൾ പറയുവോ? അടിച്ചു പൊളിച്ചു. മഴയും കാറ്റും ഞങ്ങളും എല്ലാം കൂടെ പറയൂ. ഏറ്റവും വലിയൊരു ആഗ്രഹം നടത്തിയ ദിവസമാണ് ബോട്ട് ഓടിച്ചു. ബോട്ട് ഓടിച്ചു അല്ലേ? കാരണം സാധിച്ചതാണ്. ഞങ്ങളുടെ കരയോഗത്തിന്റെ സെക്രട്ടറി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അനിത കാരണമാണ് ആഗ്രഹം നടന്നത്. ഭയങ്കര സന്തോഷം. ഹാപ്പി. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ആണോ? ഇങ്ങനെ ഒരു ടൂർ ചെയ്തതിൽ വളരെ സന്തുഷ്ടകരമാണ്. ഇത് നമ്മുടെ കരയോഗ സെക്രട്ടറിയാണ്. പറഞ്ഞോളൂ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്?
അടിപൊളിയായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മഴയും കാറ്റും ഒക്കെ? മഴ പെയ്താണ് ഏറ്റവും വലിയ സെറ്റപ്പ്. കാറ്റും കായലിന്റെ നടുക്ക് മഴയും കാറ്റും നന്നായിട്ട് അവസാനിച്ചു. നല്ല യാത്രയായിരുന്നു. എല്ലാം അടിപൊളി. സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നമ്മുടെ കരയോഗം പ്രസിഡന്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ഇന്നത്തെ അനുഭവങ്ങൾ? വളരെ നല്ല അനുഭവമായിരുന്നു. അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങളുണ്ടായി, പക്ഷേ അത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. എന്നാലും എല്ലാവരും സംയമനം പാലിച്ചു. ഇതുപോലെ യാത്രകൾ ഇനിയും കരയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കരയോഗത്തിൻ്റെ പേര് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. നമ്മളിനി വീട്ടിൽ പോവാം. അപ്പൊ നമ്മള് പുതിയൊരു വെറൈറ്റി അതിന്റെ അതെ അതെ വ്ളോഗും ചേർത്ത് അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ളോഗ്. ബൈ.